എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഈ ഷോർട്ടിൽ പറഞ്ഞ പോലെ തോറ്റിടത്ത് നിന്നുകൊണ്ട് തുടങ്ങാനായിട്ട് നിങ്ങൾ റെഡിയാണല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നത്? എങ്ങനെയാ നമുക്ക് തോറ്റിടത്ത് നിന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തില് നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അല്ലെ, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ്, ആരും സഹായിക്കാനില്ലാതെ, ആരോടും സഹായം ചോദിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ. നമുക്ക് കൂട്ടിനുള്ളത് എന്താ? നമ്മുടെ സ്വപ്നങ്ങള്, നമ്മുടെ പരാതികള്, നമ്മുടെ പരിഭവങ്ങള്, നമുക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങള്, നമ്മുടെ വേദനകള്, ഇതൊക്കെ അല്ലേ? പലർക്കും പുറമെ നിന്നും നോക്കുമ്പോൾ അത് അത്ര ഭീകരമല്ല എന്ന് തോന്നുന്നുവെങ്കിലും അത് നമുക്ക് വലിയൊരു തീരാ വേദനയാണല്ലേ. ഒന്നിനും ഒരു ക്ലാരിറ്റി കിട്ടാതെ, എന്തോ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഇല്ലാതെ, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മളിങ്ങനെ ലോകത്തിന്റെ ഒരു കോണത്ത് ഒറ്റപ്പെട്ട് ഇരിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെ ഒരു അവസ്ഥയാണോ നിങ്ങള്? എങ്കിൽ ഇതാണ് യുവർ വേക്കപ്പ് കോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. നമുക്ക് പല മഹാന്മാരായ ആൾക്കാരും പറയുന്നുണ്ട്, നിങ്ങളുടെ പാസ്റ്റ് എത്ര തന്നെ റഫ് ആയിക്കോട്ടെ, എത്ര തന്നെ പ്രോബ്ലമാറ്റിക് ആയിക്കോട്ടെ, എത്ര തന്നെ ബാഡ് സിറ്റുവേഷൻസിന് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, ക്ഷമിച്ചു കൊടുക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ പാസ്റ്റിനെ നിങ്ങൾ മാറ്റി നിർത്തുക. പാസ്റ്റിലെ മിസ്റ്റേക്സും ഫെയിലിയേഴ്സും എല്ലാം നിങ്ങൾ മാറ്റി നിർത്തുക. എന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു ബ്ലാങ്ക് ആയിട്ട് നിങ്ങളുടെ മനസ്സൊരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്താ വേണ്ടെന്നറിയോ? ഒരൊറ്റ കാര്യം മാത്രം മതി. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട് എങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കൂടെ വന്നുകൊള്ളൂ. നിങ്ങൾ ആ സാഹചര്യങ്ങളെയും സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളതിലേക്ക് നിങ്ങൾ മൈൻഡ് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, വിൽ അട്രാക്ട് ഓട്ടോമാറ്റിക്കലി എവറിത്തിങ്. ഇതിനായിട്ട് ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയോ, ആരും വരില്ല നിങ്ങളുടെ ജീവിതം മാറ്റിത്തരാനായിട്ട്, നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. യു ഹാവ് ടു ഡു യുവർ സെൽഫ്. നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യണം. അതിനായിട്ട് ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്നാമതായിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളിലേക്ക് തിരിച്ചു പോവുക. എന്താ ഈ നിങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്താ ശ്രമിക്കുന്ന അറിയോ? ലോകത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. നമ്മൾ അതിനല്ല ശ്രമിക്കാനുള്ളത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് പൊട്ടൻഷ്യൽ ആണുള്ളത് തിരിച്ചറിയുക, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് നിനക്ക് വേണ്ടത്, എന്താണ് നിന്റെ ലക്ഷ്യം എന്നുള്ളത്, അതിലേക്ക് എത്താനായിട്ട് നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുക. നിരന്തരം നിങ്ങൾ ചോദിക്കുക. എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്, എന്ത് മാറ്റമാണ് എന്നിൽ കൊണ്ടുവരാനുള്ളത്, അത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ആ ചേഞ്ചിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഡെഫിനറ്റ്ലി ആൻസർ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ കിട്ടും. നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഗോൾസ്. രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് അതിലേക്കുള്ള ചവിട്ടുപടികള്, അതിലേക്കുള്ള പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടാക്കുക. നമ്മൾ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല, ശരിയല്ലേ? പക്ഷെ ഒരു ചെറിയ സ്റ്റെപ്പിംഗ് സ്റ്റോണ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നാളെ 2ആയി, 3ആയി, 4ആയി, അങ്ങനെ നമ്മൾ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ആ ഒരു സക്സസിലേക്ക് നമുക്ക് എത്തും. നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങൾ മാറ്റുക. നിങ്ങളൊരു അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ശീലം കൊണ്ടുവരിക. എന്താണ് പ്രൊഡക്റ്റീവ് ശീലം? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, മെഡിറ്റേഷൻ. വാട്ട്സ് മെഡിറ്റേഷൻ? ഇരിക്കുക, ഏകാഗ്രതയോടുകൂടി ഇരിക്കുക, ചിന്തകളെ ശ്രദ്ധിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. 5 മിനിറ്റ് നിങ്ങൾ ഇരിക്കുക, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. അത് ഏറ്റവും വലിയൊരു മാറ്റമാണ്. നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ശീലമാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്തെടുക്കുക. കൺസിസ്റ്റൻസിയോടുകൂടി നിങ്ങൾ ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കുക. മൂന്നാമതായിട്ട് ചെയ്യാനുള്ള കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ലീവ് യുവർ കറണ്ട് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താമസിക്കുന്നിടത്ത് നിന്ന് മാറിപ്പോണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കംഫർട്ട് സോണിലായിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ അങ്ങ് ഇറങ്ങിത്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്? നമ്മുടെ മൈൻഡ് എപ്പോഴും കംഫർട്ട് സോണിലേക്ക് നമ്മളെ പുറകോട്ട് വലിക്കും. ആ കംഫർട്ട് സോണിൽ ഇരുത്താനായിട്ട് അത് ശ്രമിക്കും. അവിടെ നമ്മൾ ഒരു ആക്ഷനും എടുക്കില്ല. നമ്മൾ വെറുതെ കംഫർട്ട് സോണിൽ ചുമ്മാ ഇരുന്ന് കൊടുക്കും. മനസ്സ് നമ്മളെ എവിടേക്കോ കൊണ്ടുപോകും. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് ലീവ് ചെയ്ത് പുറത്തേക്ക് വരിക. കംഫർട്ട് സോണിനെ ഒന്ന് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളൊരു എഫേർട്ട് ഇടാം. മറ്റുള്ളവരൊന്നും ഇടാത്ത ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങളൊന്ന് ഇട്ട് നോക്കിയേ. ഉറപ്പായിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. ആരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ,
നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും ഉറപ്പായിട്ടും. ഡു സ്റ്റാർട്ട് ഫ്രം ടുഡേ. എങ്ങനെയാ? കൺസിസ്റ്റൻസിയോട് കൂടി ആക്ഷൻ എടുത്തുകൊണ്ട് ഓരോ ചുവടുവയ്പും ഞാൻ ഉറച്ച കാൽപാദങ്ങളോട് സഞ്ചരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. തോറ്റിടത്ത് നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. നമുക്ക് എത്താൻ പറ്റും, എത്തിപ്പെടാൻ പറ്റാത്ത ഒന്നുമില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്